രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ ഒറ്റഘട്ടമായിട്ടാണ് നടപ്പാക്കുക. ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്, മറ്റൊന്ന് നെടുമ്പാലയിലെ എസ്റ്റേറ്റ്. ഈ രണ്ടിടങ്ങളിലും ഒറ്റഘട്ടമായി തന്നെ രണ്ട് ടൗൺഷിപ്പുകൾ ഉയരും. കൽപ്പറ്റയിലാണ് വീട് കിട്ടുന്നതെങ്കിൽ അവിടെ 5 സെന്റും 1000 സ്ക്വയർ ഫീറ്റ് വീടുമാണ് കിട്ടുക. നെടുമ്പാലയിലാണ് വീട് കിട്ടുന്നതെങ്കിൽ അവിടെ 10 സെന്റും 1000 സ്ക്വയർ ഫീറ്റുമാണ് കിട്ടുക. കാര്യം കൽപ്പറ്റ നഗരത്തിന്റെ മധ്യത്തിലാണ് ആ ടൗൺഷിപ്പ് കിടക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ 2 മോഡൽ ടൗൺഷിപ്പുകളായിരിക്കും ഉയരുക. പ്രതീക്ഷിക്കുന്ന ചെലവ് 750 കോടി രൂപയാണ്. നിർമ്മാണ ചുമതല നൽകാൻ പോകുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. നിർമ്മാണ മേൽനോട്ടം കിഫ്കോൺ ആയിരിക്കും നിർവഹിക്കുക. എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ വില്ലേജിൽ 58.5 ഹെക്ടർ ഭൂമിയുണ്ട്. നമ്മൾ ഇന്നലെ ഇത് വിശദീകരിച്ചതാണ്. കൽപ്പറ്റ ബസ് സ്റ്റാൻഡിന് തൊട്ടുപിന്നിലായിട്ട് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന നഗരഹൃദയത്തിലുള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഒരു കുടുംബത്തിന് 5 സെന്റും 1000 സ്ക്വയർ ഫീറ്റ് വീടും ലഭിക്കുന്നത്. കൽപ്പറ്റ ടൗണിനടുത്ത് ഇനി ക്ലസ്റ്റർ മാതൃകയിൽ 5 സെന്ററിലായിരിക്കും വീട് നിർമ്മിക്കുക. വീടിന് 1000 ചതുരശ്ര അടി ഉണ്ടാവും. ആ ടൗൺഷിപ്പിൽ അംഗൻവാടി ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാവും, ആശുപത്രി ഉണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും, പാർക്കിംഗ് ഉണ്ടാവും, കളിസ്ഥലം ഉണ്ടാവും, സ്പോർട്സ് ക്ലബ് അടക്കം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ടൗൺഷിപ്പ് വരുന്നത് നെടുമ്പാല എസ്റ്റേറ്റിലാണ്. അത് മേപ്പാടി പഞ്ചായത്തിലാണ്, കോട്ടപ്പടി വില്ലേജിൽ. 48.96 ഹെക്ടറിലായിരിക്കും രണ്ടാമത്തെ ടൗൺഷിപ്പ് വരിക. അവിടെ അത് ഗ്രാമപ്രദേശമായതുകൊണ്ട് കൽപ്പറ്റ പോലെ നഗരഹൃദയമല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി സ്ഥലം അവിടെ വീട് വയ്ക്കുന്നവർക്ക് കിട്ടും.